ഹായ് ഹലോ ഗുഡ് ഈവനിങ്. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ? ഇന്ന് നമുക്ക് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളായാലോ? ഇപ്പോൾ ഞാൻ എറണാകുളത്ത് തന്നെയാണ് ഉള്ളത്. അവിടുത്തെ എൻ്റെ ഒരു വൈകുന്നേരമാണ് ഞാനിന്ന് കാണിക്കുന്നത്. കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വന്നാലോ? ഇപ്പോൾ സമയം ഒരു 4:30 മണി ആയിട്ടുണ്ട്. ഇന്നൊരു ബുധനാഴ്ചയാണ്. ബുധനാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് അവന് ഹാഫ് ഡേ ആയിരുന്നു. അങ്ങനെ ഹാഫ് ഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ അവനും ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞു. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് വന്ന് ചായ വയ്ക്കാനുള്ള ഒരു തിടുക്കത്തിലാണ്. എനിക്ക് മാത്രം മതി കേട്ടോ ചായ. അവൻ ചായ കുടിക്കത്തില്ല. അവന് ബുധനാഴ്ചയും ശനിയാഴ്ചയും ഹാഫ് ഡേ ആണ്. അന്ന് പിന്നെ ഫുഡ് വീട്ടിൽ വന്നാണ് കഴിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു മോന് PGക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. മോന് ആ കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടി കേട്ടോ PGക്ക്. അവന് ഭയങ്കര സന്തോഷമായി. അവൻ അവിടെ തന്നെ പോകണമെന്നായിരുന്നു ആഗ്രഹം. കാരണം അവൻ്റെ ഫ്രണ്ട്സ് എല്ലാം അവിടെ ഉള്ളത് കൊണ്ട് അവൻ അവിടെ തന്നെ PGക്ക് ചേരണമെന്നായിരുന്നു. എന്തായാലും അവൻ്റെ ആഗ്രഹം പോലെ തന്നെ അത് സാധിച്ചു. ക്ലാസ് ഉടനെ തന്നെ തുടങ്ങുമെന്നാണ് പറഞ്ഞത്. അപ്പോഴേക്കും ഞാനും തിരിച്ചു പോകും. ഇപ്പം ഞാൻ വന്നിട്ട് തന്നെ 10-12 ദിവസത്തിൽ കൂടുതലായി. ഇപ്പോൾ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കിനും അവിടെയാണെങ്കിൽ നല്ല പിടിപ്പത് പണിയുണ്ടാകും. ഇപ്പോൾ പറമ്പ് നിറയെ പുല്ല് കയറിയിട്ടുണ്ടാവും. അത് മഴയും കൂടെ അല്ലായിരുന്നോ? മഴയായത് കാരണം മുറ്റം നിറയെ പുല്ലായിരിക്കും. ലോണിലൊക്കെ നിറയെ പുല്ലായിട്ടുണ്ടാവും. ഇനി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പഴയതുപോലെ ആവണമെന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് ടൈം എടുക്കും. ഇവിടെ റെസ്റ്റ് എടുത്ത് എല്ലാം കൂടെ അവിടെ ചെല്ലുമ്പോൾ അതോടെ തീരും. അങ്ങനെ കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിരുന്ന് ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് പോർക്കിരിപ്പുണ്ടായിരുന്നു. അതെടുത്ത് ഐസ് പോകാനായിട്ട് വെള്ളത്തിലേക്കിട്ട് വൈകിട്ട് ചപ്പാത്തിക്ക് ഇന്ന് കറിയൊന്നുമില്ല. സാധാരണ ഉച്ചയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കുന്നത് കാണുന്നതാണ് ചപ്പാത്തിക്ക് കറിയായിട്ടേ. പക്ഷേ ഇന്നൊന്നും ഇരിപ്പില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് പോർക്ക് ഇരിപ്പുണ്ട്, അത് വൈകിട്ട് ഫ്രൈ ചെയ്തെടുക്കാമെന്ന്. ഇത് സൺഡേ വാങ്ങിയ പോർക്കാണേ. അപ്പോൾ കുറച്ച് അധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനെടുത്ത് കുറച്ചെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒരു ദിവസം ചപ്പാത്തിക്ക് കറിയാക്കാമെന്ന് കരുതി. അപ്പോഴേക്കും അവൻ വിശക്കുന്നെന്ന് പറഞ്ഞ് സമോസ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ സ്വിഗ്ഗിയിൽ നിന്ന്. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഈ സമോസയ്ക്ക് വലിയ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ ഇവിടെ അടുത്ത് ഒരു നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു കടയുണ്ട്, ബീഹാറികളുടെ. അവിടെ കിട്ടുന്ന സമോസ അടിപൊളിയാണ് കേട്ടോ. ഈ സമോസയൊക്കെ നോർത്ത് ഇന്ത്യൻ ഡിഷല്ലയോ. അതൊക്കെ നോർത്ത് ഇന്ത്യൻസ് തന്നെ ഉണ്ടാക്കിയാലേ ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. നമ്മുടെ ഇവിടെ കിട്ടുന്നതിനകത്താണെങ്കിൽ മട്ടർ, അണ്ടിപ്പരിപ്പ്, ക്യാരറ്റ് ഇതൊക്കെ ചേർക്കും. പക്ഷേ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ വെറും ആലുവും അവരുടെ ഏതോ ഒരു സ്പെഷ്യൽ മസാലയുണ്ട്, അത് മാത്രമേ ചേർക്കത്തുള്ളൂ. പക്ഷേ സംഭവം അടിപൊളിയാണ് കേട്ടോ. എൻ്റെ മോൻ്റെയും അവൻ്റെയും ഫേവറേറ്റാണ് സമോസ. അവനിവിടെ വരുമ്പോൾ എപ്പോഴും ആ കടയിൽ നിന്ന് സമോസ വാങ്ങി കഴിക്കാറുണ്ട്. ഇന്ന് അവന് പോകാനുള്ള മടിക്കാണ് സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്തത്. പക്ഷേ സംഭവം കൊള്ളത്തില്ലായിരുന്നു, വലിയ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ സമോസയൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് തുണിയൊക്കെ മടക്കാനുണ്ടായിരുന്നു. അതൊക്കെ അങ്ങ് കൈയോടെ തന്നെ മടക്കി വയ്ക്കാമെന്ന് വെച്ചു. ഞാനാണെങ്കിൽ ഇവിടെ മെഷീനുണ്ട്. പക്ഷേ ഞാൻ അന്നുള്ള തുണി അന്നന്ന് തന്നെ അങ്ങ് കൈകൊണ്ടങ്ങ് കഴുകിയിടും. ഞങ്ങൾ രണ്ടുപേരുടെ തുണിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാനങ്ങ് കൈകൊണ്ട് തന്നെ കഴുകി ഇടും. അതുപോലെ ഉണങ്ങുമ്പം തന്നെ ഞാൻ അപ്പോൾ തന്നെ മടക്കി വയ്ക്കാറുമുണ്ട്. പിന്നത്തേക്ക് ആക്കത്തില്ല, ആക്കിയാൽ അവിടെ അങ്ങ് ഇട്ടേക്കും. അതുപോലെ ഞാൻ കഴുകിയിടുമ്പോൾ പൊട്ടവശം പുറത്ത് വരത്തക്ക രീതിയിലാണ് കഴുകിയിടുന്നത്. അല്ലെങ്കിൽ തുണി പെട്ടെന്ന് നരച്ചു പോകും. ഇവിടെ പിന്നെ ബാൽക്കണിയിലായതുകൊണ്ട് കുഴപ്പമില്ല. അവിടെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെയിലത്തിട്ട് കഴിഞ്ഞാൽ, നല്ല വിഷം ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് അത് തുണി പെട്ടെന്ന് അങ്ങ് നരയ്ക്കും. കഴുകിയിടുമ്പോൾ പൊട്ടവശം വെച്ചിട്ട് കഴുകിയിട്ടേച്ച് മടക്കി വയ്ക്കുമ്പോൾ നല്ല വശം ആക്കിയിട്ടേ ഞാൻ മടക്കി വയ്ക്കും. അങ്ങനെ തുണിയൊക്കെ അങ്ങ് കൈയോടെ മടക്കി വയ്ക്കാമെന്ന് വെച്ചു. വൈകുന്നേരമായി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല.
അവിടെയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണികളുണ്ടാവും. പണിയില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കിയെങ്കിലും പണി ചെയ്യും. എനിക്കാണെങ്കിൽ ഒരു സമയം വെറുതെ ഇരിക്കാനോ ഒട്ടും ഇഷ്ടമല്ല. ചില സമയത്ത് അവൻ ചോദിക്കാറുണ്ട് ഒരിത്തിരി സമയം വെറുതെ ഇരുന്നൂടെ എന്ന്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് വെറുതെ ഇരിക്കുക എന്നുള്ളത്. എന്തെങ്കിലുമൊക്കെ പണി ചെയ്തുകൊണ്ടേ ഇരിക്കണം. അവിടെയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണികളുണ്ടാവും ഗാർഡനിൽ. വൈകുന്നേരങ്ങളിലാണ് കൂടുതലും ഞാൻ പുറത്തെ പണികളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ തുണിയൊക്കെ മടക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അവൻ പറഞ്ഞത് അവൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു പയ്യൻ്റെ കല്യാണമുണ്ട്, അത് കൊല്ലത്ത് വെച്ചാണ്. അപ്പോൾ അവൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറയുമായിരുന്നു അങ്ങനെ അവൻ പോകുന്നുണ്ടെങ്കിൽ എന്നെ കൂടി അങ്ങോട്ട് ആക്കിയേക്കണേന്ന്. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഒന്നുകിൽ ട്രെയിന് പോകും അല്ലെങ്കിൽ ബസ്സിന് പോവുകയാണ് ചെയ്യുന്നത്. ട്രെയിന് പോവുകയാണെന്നുണ്ടെങ്കിൽ അവൻ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കും. അങ്ങനെ കൊല്ലത്താണ് കല്യാണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ആ വഴി എനിക്കും അങ്ങ് പോകാമല്ലോ എന്ന്. അതിനുശേഷം ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങി. ഇവിടെ എന്നും ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ പുറത്തൊക്കെ ഒന്ന് നടക്കാനായിട്ട് പോവുകയും തിരിച്ചു വരുന്ന വഴിയിൽ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളും ഒക്കെ വാങ്ങി വരും. അപ്പോൾ വൈകിട്ടാണ് ഇവിടെ മീനൊക്കെ വാങ്ങിക്കുന്നത്. ഇവിടെയൊക്കെ കൂടുതലും മീൻ കഴിക്കുന്നത് വൈകുന്നേരങ്ങളിലാണ്. കാരണം ഇവിടെ എല്ലാവരും ഓഫീസിൽ പോകുന്നവരല്ലയോ. അപ്പോൾ വൈകിട്ട് മീനൊക്കെ വാങ്ങി വൈകുന്നേരങ്ങളിൽ കറിയാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഓഫീസിൽ പോകുന്നവർക്ക് പറ്റുമല്ലോ. നമ്മുടെ അവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ രാവിലെയാണ് മീനൊക്കെ കിട്ടുന്നത്. ഇവിടെ പിന്നെ എല്ലാം നല്ല കട്ട് ചെയ്ത് ക്ലീൻ ആക്കി തരും. പിന്നെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ വാഷ് ചെയ്ത് നമ്മളങ്ങ് കുക്ക് ചെയ്താൽ മതി. അങ്ങനെ ആ മീനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇന്ന് പോർക്കുള്ളത് കൊണ്ട് എടുത്തില്ല. അവൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. അങ്ങനെ വാങ്ങിക്കൊണ്ട് വന്ന സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ പോർക്ക് അങ്ങ് വയ്ക്കാമെന്ന് വെച്ച്. അപ്പോഴത്തേക്കിനും പോർക്കിൻ്റെ ഐസ് പോയിട്ടുണ്ടായിരുന്നേ. കഴുകി വൃത്തിയാക്കിയ പോർക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി ഞാൻ അല്പം കൂടുതൽ ചേർത്ത് കൊടുക്കും. ആവശ്യത്തിന് ഉപ്പ്, വേണമെങ്കിൽ അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇവിടെ ആർക്കും ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒരുപാട് ചേർക്കുന്നത് അത്ര ഇഷ്ടമല്ല. അതും കൂടെ ചേർത്ത് ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട ഉള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ കൊച്ചുള്ളിയാണ് കൂടുതൽ ചേർക്കുന്നത്. സവാള ഞാൻ കുറച്ചേ ചേർക്കത്തുള്ളൂ. കൊച്ചുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോഴേക്കും നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 4 വിസിലടിപ്പിക്കും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ 4 വിസിലടിപ്പിക്കും. അപ്പോഴേക്കും കറക്റ്റായിട്ട് വെന്തിട്ടും ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ കുക്കറിൻ്റെ ആവിയൊക്കെ പോകുന്ന സമയം കൊണ്ട് ഞാൻ നാളെ അവന് ഓഫീസുണ്ട്. അപ്പം നാളത്തേക്ക് വേണ്ട വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഞാൻ അരിഞ്ഞു വയ്ക്കുന്നുണ്ട്. ഞാൻ തോരനും മെഴുക്കുവരട്ടിക്കുള്ള സാധനങ്ങൾ അവന് ഓഫീസുണ്ടെങ്കിൽ തലേന്ന് തന്നെ അരിഞ്ഞു വയ്ക്കും. അങ്ങനെ അതൊക്കെ ഒന്ന് അരിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് വെച്ചു. അപ്പോഴേക്കും നമ്മുടെ കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പോർക്ക് വെന്തോന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ പോർക്കൊക്കെ വെന്തിട്ടുണ്ട്. അതിലല്പം വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരാൻ വേണ്ടി ഞാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പോർക്ക് റെഡിയാക്കാം. ഒരു ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. കാരണം ഈ പോർക്കായതുകൊണ്ട് തന്നെ നല്ലപോലെ എണ്ണ ഇറങ്ങും ഫ്രൈ ആയി വരുമ്പോൾ. അതുകൊണ്ട് ഞാൻ ഉള്ളി വഴറ്റാൻ മാത്രമുള്ള എണ്ണയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ കൊച്ചുള്ളി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഞാനൊരു ചെറിയ സവാളയും 2 പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് അല്പം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പോർക്കിനൊക്കെ നമ്മൾ എരിവ് ചേർക്കുമ്പോൾ അല്പം കൂടുതൽ ചേർക്കണം കേട്ടോ. എന്നാലേ അതിനെ എരിവ് കാണത്തുള്ളൂ. കാരണം ഫാറ്റ് കാരണം ഒരു എരിവ് ഒട്ടും തോന്നത്തില്ല. അങ്ങനെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അതും ചേർത്തൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല എന്നിവ ചേർത്ത് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ഫാറ്റുള്ള പോർക്കായിരുന്നേ. എനിക്കാണെങ്കിൽ ഈ പോർക്കിനകത്ത് ഈ ഫാറ്റ് കഷ്ണങ്ങളില്ലേ നല്ല റബ്ബർ പോലെ ഇരിക്കുന്നത്, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെ പോർക്ക് ലോ ഫ്ലെയിമിൽ നമ്മളൊന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, അത് മൂത്ത് വന്നപ്പോൾ അതിനകത്തുനിന്ന് നന്നായിട്ട് എണ്ണ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പോർക്കൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ലാസ്റ്റ് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പോർക്ക് ഫ്രൈ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ശേഷം പിന്നെ ഞാൻ ചപ്പാത്തിയൊക്കെ അങ്ങ് ഉണ്ടാക്കി. ചപ്പാത്തിക്കുള്ള ആട്ട കുഴച്ചത് ഇന്നലത്തെ ഇരിപ്പും ഉണ്ടായിരുന്നേ. എനിക്കാണെങ്കിൽ അന്നന്ന് ആട്ട കുഴച്ച് അങ്ങ് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. അതാണ് കുറച്ചുകൂടി ചപ്പാത്തി സോഫ്റ്റായിട്ട് കിട്ടുന്നത്. ഞാൻ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഫുൾക്ക ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. സ്റ്റൗവിൻ്റെ ബർണറിനകത്തൊക്കെ പൊടി കയറുമെന്ന് പറഞ്ഞിട്ട് അവനെ ഫുൾക്ക ചപ്പാത്തി ഉണ്ടാക്കാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഞാനിവിടെ ചപ്പാത്തി തിരിച്ചും മറിച്ചും ഇട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഫുൾക്ക ചപ്പാത്തി ആണെങ്കിൽ ഉണ്ടാക്കാൻ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ കാര്യം കഴിയും. ഇത് തിരിച്ചും മറിച്ചും ഇട്ട് പ്രസ് ചെയ്ത് അങ്ങ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അങ്ങനെ അവനുള്ള ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയെടുത്തു. അതിനുശേഷം പിന്നെ ഞാൻ ആലു പൊറോട്ടയാണ് ഉണ്ടാക്കിയത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയ ആലു പൊറോട്ട ഫില്ലിങ് ഇരിപ്പുണ്ടായിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ചു ആലു പൊറോട്ട ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാൻ ആലു പൊറോട്ടയാണ് ഉണ്ടാക്കിയത്. ബട്ടർ ഇരിപ്പില്ലായിരുന്നു, ഞാൻ അല്പം നെയ്യാണ് തൂവി കൊടുക്കുന്നത്. ഞാൻ രാത്രി ചപ്പാത്തി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ലൈറ്റായിട്ടേ കഴിക്കത്തുള്ളൂ, 2 ചപ്പാത്തിയേ കഴിക്കത്തുള്ളൂ. അവിടെയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ കഴിക്കുക. എനിക്കാണെങ്കിൽ ചപ്പാത്തിയോട് വലിയ പ്രിയമില്ല. അവനാണെങ്കിൽ മോനാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തി അത് നിർബന്ധമാണ് രാത്രിയിൽ. അവരാരും കഴിക്കത്തില്ല. ഈ രാവിലെ ഉണ്ടാക്കിയ എന്തെങ്കിലും ഐറ്റം ഉണ്ടെങ്കിലോ ചോറ് അതൊന്നും രാത്രിയിൽ കഴിക്കത്തില്ല. അങ്ങനെ അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുത്ത് വെച്ചതിന് ശേഷം അവന് ഫുഡ് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞ് സമോസ തിന്നത് കൊണ്ട് വിശപ്പില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അവനുള്ള ചപ്പാത്തിയും പോർക്ക് ഫ്രൈയും എല്ലാം എടുത്ത് കാസറോളിലാക്കി വെച്ചു. അതിനുശേഷം പിന്നെ ഞാൻ എൻ്റെ ഫുഡ് കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം സ്റ്റൗവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു.
നമ്മൾ സ്റ്റവ് എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ അടിഭാഗം കൂടെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ചിലരാണെന്നുണ്ടെങ്കിൽ ആ പുറം ഭാഗം മാത്രമേ ക്ലീൻ ചെയ്യത്തുള്ളൂ, അടിഭാഗം ക്ലീൻ ചെയ്യത്തില്ല. അടിഭാഗത്തൊക്കെ ഇങ്ങനെ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ കിടന്നു കഴിഞ്ഞാൽ പല്ലി, പാറ്റ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരാൻ ഉള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും സ്റ്റവ് ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ അടിവശം കൂടെ ക്ലീൻ ചെയ്യണം. അതിനുശേഷം പിന്നെ ഞാൻ ഒരു മാങ്ങയൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. മാങ്ങ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പകുതിയും അതെൻ്റെ വായിലോട്ട് തന്നെയാണ് പോകുന്നത്. അവനതിനകത്തു നിന്ന് എങ്ങാണ്ട് 2, 3, 4 പീസ് കഴിച്ചുള്ളൂ. ബാക്കി ഇത്രയും ഞാൻ തന്നെയാണ് കഴിച്ചത്. അങ്ങനെ ഇന്നത്തെ പണികളെല്ലാം കഴിഞ്ഞ് നമ്മുടെ കിച്ചണും എല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിന് സമയം ഏതാണ്ട് 9:30 മണിയായിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിരിക്കും, അതിന് ശേഷം അങ്ങ് കിടക്കും. ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ എൻ്റെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ടും അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.